നമസ്കാരം. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം തൃശ്ശൂർ നഗരസഭ കോൺഗ്രസ്സിന് കിട്ടിയപ്പോൾ കോൺഗ്രസ് എല്ലാവരും തന്നെ ഏറെ സന്തോഷിച്ചിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന കെ കരുണാകരൻ്റെ തട്ടകം എന്ന നിലയിൽ തന്നെ തൃശ്ശൂരിന് കോൺഗ്രസ് എല്ലാ കാലത്തും അതിൻ്റേതായ പ്രാധാന്യം നൽകിയിരുന്നു. പക്ഷേ 1996 കെ കരുണാകരൻ പോലും അവിടെ പരാജയപ്പെട്ടത് സ്വന്തം പാർട്ടിക്കാരുടെ കാലുവാരൽ കാരണമാണ് എന്ന് പിന്നീട് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കെ കരുണാകരന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 96 അവിടെ കാലിടറിയതിൻ്റെ പിന്നിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ കെ കരുണാകരനൊക്കെ നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി എന്ന്. തൃശ്ശൂർ എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയായിരുന്നു. അത് കെ കരുണാകരൻ്റെ ഒരു സ്വാധീനം കൂടി അതിനുണ്ടായിരുന്നു. തൃശ്ശൂരിലെ പല നിയമസഭാ മണ്ഡലങ്ങൾ UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളായി മാറിയതിൻ്റെ പിന്നിലൊക്കെ തന്നെ കെ കരുണാകരനുണ്ടായിരുന്നു. അദ്ദേഹം ദീർഘകാലം മാളയിൽ നിന്നാണ് MLA ആയത്. മാളയുടെ മാണിക്യം എന്നൊക്കെയാണ് കരുണാകരനെ വിളിച്ചിരുന്നത്. അപ്പോൾ അവിടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മേയർ തെരഞ്ഞെടുപ്പായപ്പോഴാണ് വലിയ വിവാദങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മേയറാകാൻ കഴിയാതെ പോയ കോൺഗ്രസിൻ്റെ കൗൺസിലറായ ലാലി ജെയിംസ് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ നേതാക്കന്മാരുടെ പേരിൽ ഉന്നയിക്കുന്നത്. മേയറാകാൻ തന്നോട് DC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പണം ആവശ്യപ്പെട്ടു, അത് പാർട്ടി ഫണ്ടിലേക്ക് പണം ആവശ്യപ്പെട്ടു എന്നും താൻ കൈ കൂപ്പിക്കൊണ്ട് ഇതിന് തനിക്ക് സാധിക്കില്ല, തനിക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് പറഞ്ഞുവെന്നും മാത്രമല്ല ലാലി ജെയിംസ് ഇപ്പോൾ പറയുന്നത് മുൻ സ്പീക്കറായ പ്രമുഖ കോൺഗ്രസ് നേതാവ് തെറമൽ രാമകൃഷ്ണനൊക്കെ തന്നെ മേയറാക്കാമെന്ന് ഉറപ്പ് തന്നിരുന്നു എന്നും ഇപ്പോൾ മേയറായ ഡോക്ടർ നിജി ജസ്റ്റിനും ഭർത്താവും ചേർന്ന് വലിയ പണപ്പെട്ടിയുമായി എത്തി നേതാക്കൾക്ക് പണം നൽകിയാണ് മേയറായത് എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ലാലി ജെയിംസിനെ പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ലാലി ജെയിംസ് ഒരു ഭീഷണി മുഴക്കിയിരുന്നു. തൻ്റെ പേരിൽ പാർട്ടി നടപടി എടുക്കുകയാണെങ്കിൽ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തുവിടും പാർട്ടിയുമായി ബന്ധപ്പെട്ടതെന്ന്. തൃശ്ശൂരിലെ പല പ്രമുഖരായ നേതാക്കളും DC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പലരെ സ്ഥാനാർത്ഥിയാക്കുന്നതിനായി പണം വാങ്ങിയിരുന്നുവെന്നും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പദവികൾക്ക് വേണ്ടി പണം കൈപ്പറ്റിയിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ലാലി ജെയിംസ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി അവർ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതേസമയം എറണാകുളം ജില്ലയിലെ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ദീപ്തി മേരി വർഗീസിന് മേയറാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർ പരസ്യമായി ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് രംഗത്തിറങ്ങുകയോ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളോ മറ്റോ ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല പുതിയ മേയർക്ക് ആശംസകൾ നേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ വീണ്ടും തർക്കമുണ്ടായിരിക്കുന്നത് തൃക്കാക്കര നഗരസഭ അധ്യക്ഷ സ്ഥാനത്ത് ചൊല്ലിയുള്ളതാണ്. ഉമാ തോമസ് MLA ആണ് KPCCക്ക് പരാതി നൽകിയിരിക്കുന്നത്. തൃക്കാക്കര നഗരസഭയിൽ കൗൺസിലർമാരുടെ അഭിപ്രായ വോട്ടെടുപ്പിൽ മുന്നിലെത്തിയ രണ്ടുപേരെയും 2 ടേമായിട്ട് നഗരസഭാ അധ്യക്ഷനാക്കണമെന്നുള്ളതാണ് ഉമാ തോമസിൻ്റെ ആവശ്യം. ഈ ആവശ്യം DCC നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് അവർ ഇപ്പോൾ KPCC സമീപിച്ചിരിക്കുന്നത്. ഉമാ തോമസ് പറയുന്നത് കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിന് ഒരു നീതിയും അതുപോലെ തൃക്കാക്കര നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ മറ്റൊരു നീതി നടപ്പാക്കാൻ കഴിയുകയില്ല, രണ്ടും ഒരുപോലെ ആയിരിക്കണമെന്നാണ് ഉമാ തോമസ് ഇപ്പോൾ ആവശ്യപ്പെടുക. അതിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. കാരണം എക്കാലത്തും കോൺഗ്രസിനൊപ്പം നിന്നൊരു ജില്ലയാണ് എറണാകുളം. തൃശ്ശൂർ ഒരു കാലത്ത് കോട്ടയായിരുന്നെങ്കിൽ ഇടക്കാലത്ത് കൈവിട്ടു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ പൂർവാധി ശക്തിയോടുകൂടി തിരികെ പിടിച്ച ഒരു ജില്ലയാണ് തൃശ്ശൂർ. പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഈ സ്ഥാനമാനങ്ങളെ ചൊല്ലി ആളുകൾ ഇങ്ങനെ തമ്മിൽ തെല്ലുന്നത് എന്നുള്ളത് വലിയ തോതിലുള്ള അപമതിപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പാണ്. കാരണം ഇനി മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഈ തമ്മിലടിയും ചക്രത്തി പോരാട്ടങ്ങളുമൊക്കെ തന്നെ ഇത് കോൺഗ്രസിൻ്റെ ഭാവിയെ എറണാകുളം ജില്ലയിൽ ഉപരി തൃശ്ശൂർ ജില്ലയെ വല്ലാതെ ബാധിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ MLAമാരുടെ എണ്ണം വളരെ കുറവാണ് എന്ന് നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപിക്കുണ്ടായ വിജയമൊക്കെ തന്നെ BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും കോൺഗ്രസിന് അവിടെയൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി ഏൽക്കുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ശക്തി ദുർഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ തർക്കവും തമ്മിലടി സ്ഥാനമാനങ്ങളെ ചൊല്ലി കലഹവുമൊക്കെ നടക്കുകയാണെങ്കിൽ അതിനെ ഫലപ്രദമായി മുതലെടുക്കാൻ CPM ശ്രമിക്കും എന്നും ഒപ്പം BJPയും അവരുടെ ശക്തി കേന്ദ്രങ്ങൾ അവരുടെ നില ഭദ്രമാക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യം മാത്രം ഈ ജില്ലകളിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആലോചിക്കുന്നില്ല എന്ന് വേണം കരുതാൻ.